ഈ ധ്യാനത്തിൽ നിങ്ങളെ ആൺകുട്ടികൾക്ക് വെള്ള റോസാപ്പൂ, പെൺകുട്ടികൾക്ക് ചുവന്ന റോസാപ്പൂ ഒക്കെ തന്നാണ് സ്വീകരിച്ച്. റോസാപ്പൂ കിട്ടിയായിരുന്നോ? കിട്ടിയ. പെൺകുട്ടികൾ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ആ പൂക്കൾ സമർപ്പിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾ യൗസേപ്പിതാവിൻ്റെ ആ ഗ്രോട്ടോയിൽ യൗസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ആ പൂക്കൾ കൊണ്ടുവച്ചു. ആദ്യമായിട്ടാണ് എബൈഡിന് ഇങ്ങനെയൊരു സംഭവം. ഇവിടെ കുഞ്ഞുങ്ങളെ, നമ്മൾ രണ്ടു പേരുടെ മുമ്പിലാണ് നമ്മൾക്ക് കിട്ടിയ ആ പൂക്കൾ സമർപ്പിച്ചത്. ആൺകുട്ടികൾ യൗസേപ്പിതാവിൻ്റെ മുമ്പിലും പെൺകുട്ടികൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിലുമാണ് അത് സമർപ്പിച്ചത്. ആൺകുട്ടികൾക്ക് കിട്ടിയ പൂവിൻ്റെ കളറ് വെള്ള, പെൺകുട്ടികൾക്ക് കിട്ടിയത് ചുവപ്പ്. വിശ്വാസം അനുസരിച്ച് ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഒരിക്കൽ മാക്സിമില്യൻ മരിയ കോൾബെ എന്ന ഒരു കൊച്ചു ബാലൻ്റെ മുമ്പിൽ, റെയ്മണ്ട് എന്നായിരുന്നു അവൻ്റെ പേര്, റെയ്മണ്ടിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ വന്നു. അമ്മയുടെ കയ്യിൽ രണ്ട് കിരീടങ്ങൾ, ഒന്ന് ചുവപ്പ്, ഒന്ന് വെളുപ്പ്. ചുവന്നതും വെളുത്തതുമായ രണ്ട് കിരീടങ്ങളുമായിട്ടാണ് പരിശുദ്ധ അമ്മ റെയ്മണ്ടിൻ്റെ മുമ്പിൽ വന്നത്. അപ്പം കൊച്ചു കുഞ്ഞായ ഈ റെയ്മണ്ടിനോട് മാതാവ് ചോദിച്ചു, മോനെ നിനക്ക് ഈ കിരീടം വേണോ? അവൻ പറഞ്ഞു വേണം. തുടർന്ന് അമ്മ ചോദിച്ചു, ഇതിൽ ഏത് കിരീടമാണ് മോന് വേണ്ടത്? എന്നിട്ട് അമ്മ അതിൻ്റെ അർത്ഥം പറഞ്ഞു, വെള്ള കിരീടം നീ വാങ്ങിച്ചാൽ നീ ഒരു വിശുദ്ധനാകും. വെള്ള കിരീടം വാങ്ങിച്ചാൽ നീ ഒരു വിശുദ്ധനാകും. ചുവപ്പ് കിരീടമാണ് നീ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ നീ ഒരു രക്തസാക്ഷിയാകും. കൊച്ചുകുട്ടിയാണ് റെയ്മണ്ട്. റെയ്മണ്ടിന് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. പിള്ളേരെ രണ്ട് മുട്ടായി കാണിച്ചിട്ട് ഏത് മുട്ടായി വേണമെന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? സ്വാഭാവികം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരോട് രണ്ട് മുട്ടായി കാണിച്ചിട്ട് ഏത് മുട്ടായി വേണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? രണ്ടും വേണമെന്ന് പറയും. അത് ഇച്ചിരി മുഴുപ്പുള്ളതാണെങ്കിൽ അത് മുഴുത്തതും കൂടെ വേണമെന്ന് പറയും. ഹല്ലേലൂയ. അതാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവം. റെയ്മണ്ടും വ്യത്യസ്തനായിരുന്നില്ല. റെയ്മണ്ട് പറഞ്ഞു, എനിക്ക് രണ്ടും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് കിരീടങ്ങളും പരിശുദ്ധ അമ്മ റെയ്മണ്ടിന് കൊടുത്തു. അദ്ദേഹമാണ് വിശുദ്ധ മാക്സിമില്യൻ മരിയ കോൾബെ. ഒരുപാട് വർഷങ്ങളൊന്നും പഴക്കമില്ല ആ വിശുദ്ധൻ്റെ ജീവചരിത്രം. നമ്മുടെ ഹിറ്റ്ലറിൻ്റെ പോളണ്ടിൽ ഔഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒരു തടവറയിൽ സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന കർത്താവിൻ്റെ വാക്ക് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് സഹതടവുകാരന് വേണ്ടി മരിച്ചുകൊണ്ടാണ് അദ്ദേഹം വിശുദ്ധനായിത്തീർന്നത്. വലിയ മരിയഭക്തനായിരുന്നു ഈ മാക്സിമില്യൻ മരിയ കോൾബെ. അദ്ദേഹം വിശുദ്ധനുമായി, പിന്നെ ആരുമായി? രക്തസാക്ഷിയുമായി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈശോയുടെ നാമത്തിൽ ഈ പൂക്കൾ തന്നപ്പം ഇവിടെ കുഞ്ഞുങ്ങളെ, ഒരു വലിയ മാമോദീസായിൽ നിങ്ങൾ ഏറ്റെടുത്ത ആ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ആ വിളിയിൽ ഏതെങ്കിലും വിധത്തിൽ പിന്നോട്ട് വിശുദ്ധരാകാൻ വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവൻ മുഴുവൻ സമർപ്പിക്കാൻ വേണ്ടിയുള്ള ആ വിളിയിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും യൗസേപ്പിതാവിൻ്റെ മുമ്പിൽ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ ഈ ഒരു പുഷ്പം സമർപ്പിച്ചതിലൂടെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ധ്യാനം ആരംഭിച്ചത്. അപ്പോൾ യൗസേപ്പിതാവിനെക്കുറിച്ച് ഒരു വാക്ക് പറയാം. മാതാവിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് വന്നിരിക്കുന്നത്. എന്നാലും യൗസേപ്പിതാവിനെക്കുറിച്ച് ഒരു വാക്ക് പറയാം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ, ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ റിദംതോറിസ് കുസ്തോസ് എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ യൗസേപ്പിതാവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. ദൈവം തൻ്റെ പരമോന്നതവും ഏറ്റവും വിലയുള്ളതുമായ നിധിയുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്തവൻ്റെ സംരക്ഷണത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും രക്ഷാകര പദ്ധതിയിൽ എങ്ങനെ ശുശ്രൂഷകരാകാമെന്ന് അവനിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. തുടക്കം ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം തൻ്റെ പരമോന്നതവും ഏറ്റവും വിലപിടിപ്പുള്ളതുമായ നിധിയുടെ സംരക്ഷണം, അല്ലേ? ഏറ്റവും പരമോന്നതം, ഏറ്റവും വിലയുള്ളത്, ആ നിധി ആരെ ഏൽപ്പിക്കാൻ തിരുമനസ്സായി? യൗസേപ്പിൻ്റെ കയ്യിൽ. പരിശുദ്ധ അമ്മയെയും ഈശോയുടെയും സംരക്ഷണം, അല്ലെങ്കിൽ അവരെ യൗസേപ്പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തക്കവിധം ദൈവം ആരെ വിശ്വസിച്ചു? യൗസേപ്പിതാവിനെ വിശ്വസിച്ചു. അങ്ങനെയാണ് യൗസേപ്പിതാവിൻ്റെ വലിപ്പം കിടക്കുന്നത്.
യൗസേപ്പിതാവിൻ്റെ മഹത്വം നിൽക്കുന്ന ദൈവം തൻ്റെ പരമോന്നതവും ഏറ്റവും വിലപിടിപ്പുള്ളതുമായ നിധിയുടെ സംരക്ഷണം യൗസേപ്പിനെ ഏൽപ്പിക്കാൻ തക്കവിധം ആരെ വിശ്വസിച്ചു? യൗസേപ്പിതാവിനെ വിശ്വസിച്ചു. അതുകൊണ്ട് സഭാമാതാവ് നമ്മോട് പറയുകയാണ് ഈ വിശുദ്ധനിലൂടെ, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയിലൂടെ, തീർച്ചയായും നമ്മുടെ ജീവിതം ആരുടെ കൈ കൊടുക്കാം? യൗസേപ്പിതാവിൻ്റെ കൈ കൊടുക്കാം. എങ്ങനെ രക്ഷാകര പദ്ധതിയിൽ നമുക്ക് സഹകാരികളാകാമെന്ന് ആരിൽ നിന്ന് പഠിക്കാം? യൗസേപ്പിതാവിൽ നിന്ന് പഠിക്കാം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. 2 ത്രേസ്യാമാരുണ്ട് സഭയിൽ. ഒന്ന് കൊച്ചു ത്രേസ്യ, ഒന്ന് വേറൊരു ത്രേസ്യയുണ്ട്, അമ്മ ത്രേസ്യ. ഈ 2 പേരും യൗസേപ്പിതാവിനോട് വലിയ ഭക്തിയുള്ളവരായിരുന്നു, വലിയ ഭക്തരായിരുന്നു യൗസേപ്പിതാവിൻ്റെ. അതിൻ്റെ കാരണമായിട്ട് കൊച്ചു ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്. കൊച്ചു ത്രേസ്യയുടെ ജനനത്തിന് മുമ്പ്, അവൾക്ക് മുമ്പുണ്ടായ 2 സഹോദരങ്ങൾ മരിച്ചുപോയി. അപ്പോൾ 3ാമത് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിന് യൗസേപ്പിതാവിൻ്റെ പേരിടണം എന്ന് കൊച്ചു ത്രേസ്യയുടെ അപ്പനും അമ്മയും തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും മുൻപ് 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, 3ാമതൊരു കുഞ്ഞുണ്ടാകാൻ പോയി. അപ്പോൾ 3ാമത് കുഞ്ഞുണ്ടായി. അത് ആൺകുട്ടിയല്ലായിരുന്നു, പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ജനനത്തിന് ശേഷം തൻ്റെ മൂത്ത സഹോദരങ്ങൾക്കുണ്ടായതുപോലെ മാരകമായ രോഗം കൊച്ചു ത്രേസ്യയെ ബാധിച്ചു. അപ്പോൾ കൊച്ചു ത്രേസ്യ മരണത്തോടടുത്തു. അമ്മയ്ക്ക് ഈ കുഞ്ഞിൻ്റെ മരണവെപ്രാളം കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് അമ്മ ഈ കുഞ്ഞിനെ താഴത്തെ മുറിയിൽ ആയിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മുകളിലെ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. അവിടെ യൗസേപ്പിതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഞാൻ ഈ വണക്കമാസക്കാലം, നമുക്കറിയാം യൗസേപ്പിതാവിൻ്റെ വണക്കമാസമുണ്ട് മാർച്ച് മാസത്തിൽ. അപ്പോൾ ആ ദിവസങ്ങളിൽ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഉണ്ടായ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പം ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചു എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ഈശോയെയും മാതാവിനെയും ഹേറോദോസിൻ്റെ ദുഷ്ടകരങ്ങളിൽ നിന്ന് സംരക്ഷിച്ച മാർ യൗസേപ്പിതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് തീർന്ന നിമിഷങ്ങളിൽ തന്നെ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി വലിയ സ്വർഗീയ ഇടപെടൽ ഉണ്ടായതായിട്ട് ഈ വണക്കമാസ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ കൊച്ചു ത്രേസ്യയുടെ അമ്മ യൗസേപ്പിതാവിൻ്റെ ഒരു ഇടപെടലിനു വേണ്ടി യൗസേപ്പിതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അമ്മയുടെ ഉള്ളിൽ ഒരു പ്രചോദനം കിട്ടുകയാണ്. എഴുന്നേറ്റ് താഴത്തെ വലിയ മരിക്കാറായി കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോവുക. അങ്ങനെ കൊച്ചു ത്രേസ്യയുടെ അമ്മ താഴേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ കുഞ്ഞ് വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ട്, ശ്വാസം എടുക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. നന്നായി കുഞ്ഞ് ഒന്ന് ഛർദ്ദിച്ചു, വൊമിറ്റ് ചെയ്തു. അതിനുശേഷം ആയിയുടെ തോളിലേക്ക് ചാഞ്ഞു വീണു. അപ്പം എല്ലാവരും വിചാരിച്ചു കുഞ്ഞ് മരിച്ചു കാണും. ഒരല്പസമയം കഴിഞ്ഞപ്പം കുഞ്ഞ് ഒരു പുഞ്ചിരിയോടുകൂടെ അമ്മയുടെ അടുത്തേക്ക്, കായയുടെ കയ്യിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് ചാടി വന്നു. അത് ജീവനൊന്നുമില്ല, അനക്കമൊന്നും ഇല്ലാതെ കുഞ്ഞ് കിടക്കുകയാണ്. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഇതാ കുഞ്ഞ് ജീവനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ കൊച്ചു ത്രേസ്യ പറയുന്നുണ്ട്, ഇതാരുടെ ഇടപെടൽ മൂലമാണ് എനിക്ക് ഈ അത്ഭുതകരമായ സൗഖ്യവും ജീവനിലേക്കുള്ള തിരിച്ചുവരവും കിട്ടിയത്? യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. അമ്മ ത്രേസ്യ പറയുന്നത് ഇങ്ങനെയാണ്: യൗസേപ്പിതാവ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ പ്രലോഭനങ്ങളിൽ, എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് അമ്മ ത്രേസ്യ ഇങ്ങനെ ഒരു വെല്ലുവിളി മുഴക്കും. വെല്ലുവിളി ഇതാണ്: നിങ്ങൾക്ക്, അമ്മ ത്രേസ്യ ഇങ്ങനെയാണ് പറയുക, ഞാൻ യൗസേപ്പിതാവ് വഴി ചോദിച്ചതൊന്നും സ്വർഗം എനിക്ക് നിഷേധിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ പറഞ്ഞ അമ്മ ത്രേസ്യ? ഞാൻ യൗസേപ്പിതാവ് വഴി ചോദിച്ചതൊന്നും സ്വർഗം എനിക്ക് നിഷേധിച്ചിട്ടില്ല. എന്നിട്ട് അമ്മ ത്രേസ്യ പറയും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി വയ്ക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളും നോക്കിക്കോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോണം. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഒരു കുഞ്ഞ് അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ യൗസേപ്പിതാവിനെക്കുറിച്ചുള്ള ഈ കാര്യം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കുഞ്ഞ് അനുഭവം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ, എനിക്ക് 4 കുഞ്ഞുങ്ങളാണ്, 4 പേര്, 3 പെൺകുട്ടികളും ഒരാൺകുട്ടിയുണ്ട് എനിക്ക്. ഒരിക്കൽ എനിക്ക് 4 കുട്ടികളുണ്ട് എന്നൊക്കെ ഒരു സംഭവമൊക്കെ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഒരമ്മച്ചി നല്ല ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചി ആകെപ്പാടെ കേട്ട കാര്യം ഇതാണ്: ബ്രദറിന് 4 മക്കളുണ്ടെന്നുള്ള കാര്യം. അപ്പം അമ്മച്ചി എന്നെ അടിമുടിയൊന്ന് നോക്കിയപ്പം തലമുടിയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല പ്രായമൊക്കെ കാണും. എന്നാൽ അമ്മച്ചി എന്നെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ബ്രദറെ കൊച്ചുങ്ങളൊക്കെ സെറ്റിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സെറ്റിലായിട്ടുണ്ട്. എൻ്റെ
മൂത്ത കുട്ടി, ഒന്നാമത്തെ കുട്ടി 3-ാം ക്ലാസ്സിൽ സെറ്റിലായിട്ടുണ്ട്, രണ്ടാമത്തെ കുട്ടി 2-ാം ക്ലാസ്സിൽ സെറ്റിലായിട്ടുണ്ട്, മൂന്നാമത്തെ കുട്ടി ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ സെറ്റിലായിട്ടുണ്ട്, 4-ാമത്തെ ആൾ ഈ കൊല്ലം മുതൽ LKG സെറ്റിലായിട്ടുണ്ട്. ശ്രുതി ഹല്ലേലൂയ, ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ, എന്നോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇടയ്ക്ക് കണ്ണ് തുറന്നിരുന്ന് കേൾക്കണം, ഇല്ലെങ്കിൽ ഈ കുട്ടികളുണ്ടെന്നുള്ള കഥ മാത്രമേ കേൾക്കുകയുള്ളൂ. ശ്രുതി ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 പെൺകുട്ടികളാണ്. അപ്പോൾ മൂന്നാമത് എൻ്റെ ജീവിത പങ്കാളി പ്രഗ്നൻ്റ് ആയപ്പം എനിക്കൊരാഗ്രഹം, ഒരാൺകുട്ടി ഉണ്ടായാൽ കൊള്ളാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടാനുള്ളൊരു വല്ലാത്ത പ്രചോദനം ഉണ്ടായി. ഞാൻ യൗസേപ്പിതാവിനോട് പറഞ്ഞു, യൗസേപ്പിതാവേ എനിക്കൊരാൺകുട്ടിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ യൗസേപ്പിതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. ആദ്യത്തേത് 2 സിസേറിയനായിരുന്നു. അപ്പോൾ മൂന്നാമത്തതും സ്വാഭാവികമായിട്ട് സിസേറിയനായിരിക്കും. ഏതാണ്ട് ഒരു 8.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഒരു വല്ലാത്ത പ്രതിസന്ധി, അതായത് ഗർഭപാത്രത്തിൻ്റെ സ്റ്റിച്ച് പൊട്ടിയിട്ട് ഗർഭപാത്രത്തിലെ ഫ്ലൂയിഡ് പുറത്തേക്ക് വരാൻ തുടങ്ങി. വല്ലാത്ത പ്രതിസന്ധി. എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ആ പെണ്ണിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കുരുത്തം കെട്ടവനെ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വല്ലാത്ത എല്ലാവരും എന്നെ വട്ടത്തിലും വളയത്തിലും നിന്ന് ആക്രമിക്കുക. ഇത് ഭയങ്കര സങ്കടം, എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഞങ്ങൾ കുന്നംകുളത്ത് ഗവൺമെൻറ് ആശുപത്രിയിലാണ് എൻ്റെ ജീവിത പങ്കാളി ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വല്ലാത്ത വേദന, എൻ്റെ ജീവിത പങ്കാളി തീരെ അവശതയായി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഗർഭപാത്രത്തിലെ ഫ്ലൂയിഡ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ അമ്മയും കുഞ്ഞും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു 3 ദിവസം മുൻപോട്ട് പോകാൻ ഉള്ള, അതായത് തനിക്ക് ഒരു നല്ല പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നടത്താൻ പൈസ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു 3 ദിവസത്തെ മുമ്പോട്ട് പോകാനുള്ള മരുന്ന് തരാം. 3 ദിവസത്തേക്കുള്ള ഒട്ടും മുമ്പോട്ട് പോവുകയാണ്. എന്നിട്ട് ഡോക്ടർ മരുന്ന് തന്നു. ഇറങ്ങിപ്പോരാൻ നേരത്ത് ഡോക്ടർ എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഒരു 15 ദിവസം കൂടെ മുമ്പോട്ട് എങ്ങനെയെങ്കിലും നീട്ടി കിട്ടുവാണെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ സിസേറിയൻ നടത്തിത്തരാം. എൻ്റെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയുടെ വെള്ളിടി. ഹല്ലേലൂയ. കാരണം എന്താ, നമ്മുടെ കയ്യിൽ പ്രൈവറ്റ് ആശുപത്രിക്ക് കൊണ്ടാകാനുള്ള വരുമാനമൊന്നുമില്ല. ഞാൻ നേരെ എൻ്റെ ജീവിത പങ്കാളിയെയും കൂട്ടിക്കൊണ്ട് ഈ കുന്നംകുളത്ത് നിന്ന് പാവരട്ടിയിൽ യൗസേപ്പിതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. യൗസേപ്പിതാവിൻ്റെ തിരുശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ചു തരാം. അവിടെ ചെന്നു. യൗസേപ്പിതാവിൻ്റെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, യൗസേപ്പിതാവേ, തുടക്കം മുതൽ നിൻ്റെ സഹായമാണ് നമ്മൾ തേടുന്നത്. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് വല്ലാത്ത പരക്കം പാച്ചിൽ ഓട്ടോ അങ്ങ് നടത്തി. അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ വിവരിക്കാതെ തന്നെ യൗസേപ്പിതാവേ നിനക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. വിവരിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് മുമ്പ് ഓടിയ ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വലിയ വർത്താനമൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് മുമ്പ് ഈ അനുഭവത്തിലൂടെ കടന്നു പോയതാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടെ അവിടെ ഒരു മുഴുവൻ കുമ്പസാരം നടത്തി. അന്നു മുതൽ ഞങ്ങൾ യൗസേപ്പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം തേടിക്കൊണ്ട് യൗസേപ്പിതാവിൻ്റെ നൊവേനയെല്ലാം തുടങ്ങി. ഇപ്പോൾ ഇവിടെ വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. അതായത് 3 ദിവസമാണ് ഡോക്ടർ പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫ്ലൂയിഡ് ഒഴുക്ക് സ്വയം നിന്നു. അതൊരു അസാധാരണമായ വേദന, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ തീർത്ത് അവശതയായിരുന്നു എൻ്റെ ജീവിത പങ്കാളി. 3 ദിവസമൊക്കെ അതിന് ആൾ ഫ്രഷായി. ഈ ഫ്ലൂയിഡ് ഒഴുക്ക് നിന്നു. 15 ദിവസം ചോദിച്ചു, 20 ദിവസം നീട്ടിത്തന്നു. 15 ദിവസം ചോദിച്ചു, എത്ര ദിവസം തന്നു? 20ാമത്തെ ദിവസം, അതായത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് സിസേറിയനിലൂടെ ഒരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഒരാൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്ക് ഡോക്ടറിൻ്റെ, കൊച്ചിൻ്റെ ശ്വാസകോശം കാണാനില്ല. ഹല്ലേലൂയ. അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഉടനെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ കൊച്ചിനെയും കൊണ്ട് നേരെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക്. അവിടെ ചെന്ന് ഡോക്ടർ കുറേ അതും ഇതും പരിശോധനകളും ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നടത്താവുന്ന കുറേ കാര്യങ്ങൾ കണ്ടു പറഞ്ഞു. വളരെ ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. ശ്വാസകോശം കാണാനില്ല. എത്ര മണിക്കൂറെന്ന് അറിയത്തില്ല. ഞങ്ങളിപ്പം തന്നെ ഇവനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിയോനേറ്റർ ICU, അങ്ങനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ പുറത്തിരിക്കുക. ഞാൻ യൗസേപ്പിതാവിനോട് പറഞ്ഞു, യൗസേപ്പിതാവേ, പ്രസവം കഴിഞ്ഞപ്പം ഈ പാവപ്പെട്ടവൻ നൂൽപ്പാലത്തിൽ നിന്നും താഴെ ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസവം കഴിഞ്ഞപ്പം നൂൽപ്പാലത്തിൽ നിന്ന് ഞാൻ താഴെ ഇറങ്ങി ഉണ്ടായിരുന്നുള്ളൂ. വലിയ സന്തോഷമൊക്കെ തോന്നി. ചോദിച്ചതുപോലെ ഒരു ആൺകൊച്ചിനെയൊക്കെ തന്നല്ലോ എന്ന വലിയ സന്തോഷത്തോടെ ഞാനൊന്ന് ദീർഘനിശ്വാസം വിട്ടപ്പോൾ തന്നെ അതേണ്ടേ ശ്വാസം നിന്നു പോകുന്ന അടുത്ത വാർക്ക, ശ്വാസകോശം ഇല്ല. പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വരെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ ICUവിൻ്റെ അമ്മയൊരു ആശുപത്രിയിൽ, കുഞ്ഞ് വേറൊരു ആശുപത്രിയിൽ ICUവിൻ്റെ പുറത്തിരുന്നു കൊണ്ട് യൗസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചു. വേഗം നമുക്കൊരു 2 വീലറുണ്ട്. ഉടനെ ആ വണ്ടി എടുത്തുകൊണ്ട് നേരെ യൗസേപ്പിതാവിൻ്റെ അടുത്തേക്ക് ഓടി, പാവരട്ടിയിലേക്ക്. അവിടെ ചെന്ന് പറഞ്ഞു, യൗസേപ്പിതാവേ, കൈവിട്ട് കളയരുത്, സഹായിക്കണം. വൈകുന്നേരം 5 മണി
വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ മാധ്യസ്ഥം വഴി കിട്ടിയ ഈ കുഞ്ഞിന് യാതൊരു പ്രശ്നമില്ലെന്ന് ഡോക്ടർ എന്നെ വിളിച്ചു പറയണം. നമുക്ക് അസാധ്യം എന്ന് തോന്നും പല കാര്യങ്ങളും. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ ഉടനീളം ലോകം അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളെ ദൈവം ചെയ്തിട്ടുള്ളൂ. ശ്രദ്ധ ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനം നിൽക്കുക. ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, പറ വിഭജിക്കപ്പെട്ടു. ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടും ഭക്ഷണം മരുഭൂമിയിൽ? ഇസ്രായേൽ ജനം ചോദിച്ചു. മന്നയും കാടപ്പക്ഷിയും ദൈവം കൊടുത്തു. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. അതിലെല്ലാം ഏറ്റവും വലിയ അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ തന്നെ പകുത്തു നൽകുന്ന ക്രിസ്തു നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ അത്ഭുതം. ബൈബിളിൽ മുഴുവൻ അത്ഭുതങ്ങളാണ്. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഒരു 5 മണിക്ക് മുമ്പ് ദൈവപിതാവിൻ്റെ മാധ്യസ്ഥം വഴി സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരം ഒരു 4:30 ആയപ്പം മെയിൻ ഡോക്ടർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടോ ആ കരയുന്നത് എൻ്റെ കുട്ടിയാണ്, എന്തോരം കുപ്പിപ്പാൽ കുടിച്ചിട്ടും അതിന് മതിയാകുന്നില്ല, ഇനിയും വേണമെന്ന് പറഞ്ഞു കാറിച്ച. ഹല്ലേലൂയ. അതിനു മുമ്പ് എന്നോട് എന്നാ പറഞ്ഞറിയാമോ, ഒന്നും കൊടുക്കാൻ പറ്റിയല്ല, എന്തെങ്കിലും കൊടുത്താൽ അപ്പം ഇതിന് ഈ അണ്ണാക്കിൻ്റെ മുകളിൽ ആ സാധനമില്ല, ഇതില്ല വലിയ ഹോളാണെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അദ്ദേഹം എന്നോട് വീണ്ടും പറഞ്ഞു, ഞങ്ങൾ വീണ്ടും ചില പരിശോധന നടത്തി. അപ്പോൾ നിങ്ങളുടെ കൊച്ചിൻ്റെ ലങ്സിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഉടനെ ഇതിനെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ 5 മണിക്ക് മുമ്പ് കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് എത്തിച്ചു. അങ്ങനെ ഇപ്പം വളർന്നു വരാൻ തുടങ്ങി. ഇപ്പം ഇവിടെ ഇതിന് ശ്വാസം മുട്ടലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ലൂർദ് ആശുപത്രിയിലാണ്. ഒരുമാതിരിപ്പെട്ട മാസങ്ങളിലെല്ലാം 10 ദിവസം 15 ദിവസമൊക്കെ ആശുപത്രി കിടപ്പായി കൊച്ചിനെയും കൊണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ യൗസേപ്പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, യൗസേപ്പിതാവേ അങ്ങയുടെ മാധ്യസ്ഥം വഴിയാണ് ഈ കുഞ്ഞിനെ കിട്ടിയത്. അതുകൊണ്ട് നേരെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ 6 പേരും കൂടെ നേരെ കണ്ണമാലിയിൽ പോയി യൗസേപ്പിതാവിൻ്റെ അടുത്ത്. അവിടെ ചെന്ന് യൗസേപ്പിതാവിൻ്റെ മുമ്പിൽ കുഞ്ഞിനെ അടിമ വെച്ചു. അതോടെ നേർച്ച നടന്നു. യൗസേപ്പിതാവേ ഈ വരുന്ന ഊട്ടുനേർച്ചയ്ക്ക് ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നു പ്രാർത്ഥിച്ചോളാം, ഒന്ന് സഹായിക്കണം. ഈ വല്ലാത്ത ശ്വാസം മുട്ടലും, അതായത് കണ്ണിൻ്റെ താഴെഭാഗമൊക്കെ കരിനീല കളറാകും. ഈ കൊച്ചു കുഞ്ഞ് ശ്വാസം കിട്ടാതെ ഇരുന്ന് വല്ലാതെ ബുദ്ധിമുട്ടും. ഇതൊക്കെ കാണുമ്പം നമ്മളെ സംബന്ധിച്ചോളം താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇവിടെ കുഞ്ഞുങ്ങളെ 1 വയസ്സുള്ള സമയത്താണ് ഈ യൗസേപ്പിതാവിന് ഈ കുഞ്ഞിൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് അവൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 5 വയസ്സ് കഴിഞ്ഞു. പിന്നീട് ഇന്നുവരെ 4 വർഷം കഴിഞ്ഞു. പിന്നീട് ഇന്നുവരെ ശ്വാസമുട്ടലുണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ അത്ഭുതകരമാണ്. യൗസേപ്പ് നമ്മളെ വിചാരം എന്താ, യൗസേപ്പിതാവിനോട് യൗസേപ്പിതാവ് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ദൈവം വന്ന് വിളിക്കും, എഴുന്നേറ്റോ വിട്ടോളാൻ പറയും. പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത സ്ഥലത്ത് ചെല്ലും, അവിടെ കിടന്നുറങ്ങും, പിന്നെയും വിളിച്ച് എഴുന്നേൽപ്പിക്കും, അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വിട്ടോളാൻ പറയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, അതുകൊണ്ട് ഉറങ്ങുന്ന ഒരു യൗസേപ്പിതാവിൻ്റെ രൂപം വാങ്ങിച്ച് വെച്ചു. ഇനി പുള്ളിനെ ശല്യപ്പെടുത്തണം, അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്ന രൂപം വാങ്ങിച്ച് വെച്ചിട്ട് അടിയിലേക്ക് എഴുതി വെക്കും, യൗസേപ്പിതാവേ ശല്യമൊന്നും ഇല്ലാതെ നിന്നെ പൊക്കിയിട്ട് ഞങ്ങൾ എഴുതി അടി വെച്ചോളാം, അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയല്ല, അത് നമ്മുടെ കാര്യമൊന്നും സഹായിച്ചു തന്നേക്കണം. അല്ലെങ്കിൽ നമ്മുടെ വിചാരം അതാണ്. പക്ഷേ ഇതാ ഇവിടെ പറയുകയാണ്, ദൈവം വിശ്വസിച്ച വ്യക്തിയാണ് ആര്? പറ. ദൈവം വിശ്വസിച്ചയാളാണ് യൗസേപ്പിതാവ്. അപ്പം തീർച്ചയായിട്ടും ആരെ വിശ്വസിക്കാം? നമുക്കും വിശ്വസിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയൊക്കെ യൗസേപ്പിതാവിന് കൊടുത്തു. കാരണം തിരുക്കുടുംബത്തിൻ്റെ പാലകൻ, സകല ജീവിതങ്ങളുടെയും പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരങ്ങളുടെയും സംരക്ഷകനും പാലകനുമാണ്. ശ്രുതി പറഞ്ഞേ ഹല്ലേലൂയ. തുടങ്ങി ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ. ഈ ജോൺ ബോൾ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ലേഖനത്തിൽ ഒരു വാക്ക് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് യൗസേപ്പിതാവിനെക്കുറിച്ചുള്ള. നിങ്ങളുടെ ജീവിതം വെള്ളപ്പൂവിൻ്റെ രൂപത്തിൽ സമർപ്പിച്ച യൗസേപ്പിതാവിനെക്കുറിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. അവസാനത്തെ വാക്കിതാണ്, ആദിമ നൂറ്റാണ്ടുകൾ മുതലുള്ള സഭാപിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിച്ചു, വിശുദ്ധ യൗസേപ്പ് എങ്ങനെ സ്നേഹപൂർവമായി മറിയത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ഈശോയുടെ പരിപാലനത്തിന് സന്തോഷപൂർവ്വം സമർപ്പിക്കുകയും ചെയ്തുവോ, അതുപോലെ അദ്ദേഹം ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതങ്ങളെ യൗസേപ്പിതാവിൻ്റെ കൈ കൊടുത്താൽ ആരും നോക്കിക്കൊള്ളുന്ന സഭാമാതാവ് പറയുന്നത്? ആരുടെ കൊടുക്കണം? യൗസേപ്പിതാവിൻ്റെ അടുത്ത് കൊടുക്കണം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും. നിങ്ങൾ ഇതിലൂടെ മാതാവിൻ്റെയൊക്കെ അടുത്തേക്ക് പോകും, മാതാവിൻ്റെ പള്ളിയിലേക്കൊക്കെ. പാവപ്പെട്ടവൻ അവിടെ ഉണ്ണീശോയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഈ യൗസേപ്പിതാവിൻ്റെ ഗ്രോട്ടോയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്. അതിലൂടെ പോകുമ്പം അതിൻ്റെ അടുത്ത് എന്നൊന്ന് പ്രാർത്ഥിച്ചേക്കണം. ഉണ്ണിയെയും മാതാവിനെയും സംരക്ഷിച്ച വിശുദ്ധ യൗസേപ്പിതാവെ സഹായിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ, നന്മരണത്തിൻ്റെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, ഇങ്ങനെ വിവിധ പേരുകൾ, സഭയുടെ സംരക്ഷകൻ, ഇങ്ങനെ വിവിധ പേരുകളിൽ സഭാമാതാവ് വലിയ സ്നേഹത്തോടെ
വലിയ ബഹുമാനത്തോടെ യോസേപ്പ് പിതാവിനെ വണങ്ങുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. രക്ഷാകര സംഭവത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം സഹകരിച്ചതും ദൈവത്തോട് ചേർന്ന് നിന്നതും ആരാ? അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ മാതാവിൻ്റെ പേര് കഴിഞ്ഞാൽ പിന്നെ ആരുടെ പേരാ പറയുന്നത്? ആരുടെ പേരാ പറയുന്നത്? യോസേപ്പ് പിതാവിൻ്റെ പേര്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മറ്റു വിശുദ്ധരെക്കാളും നമ്മൾ ആരെ ബഹുമാനിക്കുകയും വണങ്ങുകയും ചെയ്യണം? യോസേപ്പ് പിതാവ്. അപ്പോൾ ഇടയ്ക്കൊന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, എനിക്ക് വേണ്ടിയെങ്കിലും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വേണ്ട, എനിക്ക് വേണ്ടിയെങ്കിലും ആ യോസേപ്പ് പിതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പെങ്കിലും പ്രാർത്ഥിച്ച് നോക്കുന്നേ, എന്നാലേ ഇതിൻ്റെ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ? പ്രാർത്ഥിച്ച് നോക്കണ്ടേ? ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. വലതുരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ? നമുക്ക് ഇപ്പം തന്നെ, ഇനി നിങ്ങൾ മറന്നു പോയാലോ, നമുക്ക് ഇപ്പം തന്നെ എഴുന്നേറ്റ് നിന്ന് യോസേപ്പ് പിതാവിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പി ഒരു നിമിഷം കരങ്ങളെ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ദൈവം തൻ്റെ പരമോന്നതവും ഏറ്റവും വിലപിടിപ്പുള്ളതുമായ നിധിയെ, പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഏൽപ്പിക്കാൻ തക്കവിധം അങ്ങയെ വിശ്വസിച്ചുവല്ലോ. ദൈവം വിശ്വസിക്കുകയും ദൈവം തൻ്റെ ജീവിതം പരിപൂർണമായും അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുകയും ചെയ്തതുപോലെ യോസേപ്പ് പിതാവേ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ പരിപാലകനും സംരക്ഷകനുമായ മാർ യോസേപ്പ് പിതാവേ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അവയവങ്ങളായി തീരാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നീ